ലോകത്തിലെ ഏറ്റവും ചൂടുള്ള 100 നഗരങ്ങൾ എടുത്താൽ അത് 100ഉം ഇന്ത്യയിലാണ്. ഏറ്റവും മലിനമായ 100 നഗരങ്ങളിൽ 57 നമ്മുടേതാണ്. മരുഭൂമിയുള്ള ആഫ്രിക്കയേക്കാൾ ചൂടിലാണ് ഇന്ന് ഇന്ത്യ വെന്തുരുകുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? 2024 മാത്രം 18,200 ഹെക്ടർ വനമാണ് നമ്മൾ ഇല്ലാതാക്കിയത്. 2025 അത് 1,40,000 ഉയർന്നു. മുംബൈയിൽ 45,000 കണ്ടൽ കാടുകൾ ഇല്ലാതാക്കി. നാസിക്കിലെ കുംഭമേളയ്ക്ക് വേണ്ടി മുറിച്ചു മാറ്റിയത് 100 വർഷം പഴക്കമുള്ള 1,700 മരങ്ങൾ. ഹസദേവിൽ അദാനിക്ക് മൈനിങ് ആയി വിട്ടുകൊടുത്തു. ഒഡീഷയിലെ ഗോത്രവർഗ്ഗക്കാർ വേദാന്തയെ പോലുള്ള വമ്പൻ കോർപ്പറേറ്റുകൾക്കെതിരെ ഇന്നും പോരാടുകയാണ്. നിയംഗിരി ഹിൽസി ബോക്സൈറ്റ് മൈനിങ് നടത്താൻ വന്ന വേദാന്തയെ അവിടുത്തെ ഡോങ്ക്രിയ കൊണ്ട ആദിവാസികൾ തടഞ്ഞു. കോടികൾ എറിയുന്ന കോർപ്പറേറ്റുകളെക്കാൾ വലുതാണ് തങ്ങളുടെ കാടും ദൈവവും എന്ന് അവർ ലോകത്തിന് കാണിച്ചു കൊടുത്തു. വികസനത്തിന്റെ പേരിൽ പ്രകൃതിയെയും മനുഷ്യരെയും ബലി കൊടുക്കാൻ അവർ തയ്യാറല്ല. പക്ഷെ ഇന്നും പലയിടങ്ങളിൽ പോലീസിനെ ഉപയോഗിച്ച് ഇത്തരം സമരങ്ങളെ അടിച്ചമർത്താൻ ഗവൺമെന്റുകൾ ശ്രമിക്കുന്നുണ്ട്. അറവാലി മലനിരകളെ ഇല്ലാതാക്കാൻ സർക്കാർ നിയമങ്ങളിൽ പോലും മാറ്റം വരുത്തി. ആൻഡമാനിൽ 1 കോടി മരങ്ങൾ വെട്ടിമാറ്റി റിസോർട്ടുകളും പോർട്ടുകളും പണിയാൻ പോകുന്നു. ഇതിന്റെയൊക്കെ കരാർ പോകുന്ന ആരുടെ കയ്യിലാണെന്ന് നിങ്ങൾക്കറിയാമോ? ഈ പ്രോജക്റ്റുകളിൽ നിന്നും കോർപ്പറേറ്റുകൾക്കും രാഷ്ട്രീയക്കാർക്കും കോടികൾ കിട്ടും. അവരുടെ മക്കളും കൊച്ചുമക്കളും വിദേശ രാജ്യങ്ങളിൽ സിറ്റിസൺഷിപ്പ് എടുത്ത് സുഖമായി ജീവിക്കുകയാണ്. പക്ഷെ നമ്മളോ? AC വാങ്ങാൻ പോയിട്ട് കറണ്ട് ബില്ല് അടയ്ക്കാൻ പോലും പണമില്ലാതെ സാധാരണക്കാരൻ ഇവിടെ വെന്തുരുകയാണ്. നാളെ നമ്മുടെ മക്കൾക്ക് കുടിക്കാൻ വെള്ളമോ ശ്വസിക്കാൻ വായുമോ ഉണ്ടാകില്ല. പ്രകൃതിയാണ് ഇന്ത്യയുടെ ഷീൽഡ്. മരുഭൂമിയിൽ നിന്നുള്ള ചൂടിനെ തടയുന്ന മലനിരകൾ നമ്മൾ ഇടിച്ചു നിർത്തുന്നു. കടൽ കയറാതെയും തീരം തണുപ്പിച്ച് നമ്മളെ സംരക്ഷിക്കുന്ന കണ്ടൽ കാടുകൾ നശിപ്പിക്കുന്നു. പാർലമെന്റ് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ആരുമില്ല. പരിസ്ഥിതിക്ക് വേണ്ടി സംസാരിക്കുന്നവരെ രാജ്യദ്രോഹി എന്ന് വിളിച്ച് ജയിലിൽ അടയ്ക്കുന്നു. സർക്കാർ വനം സംരക്ഷിക്കുകയല്ല, അത് വിൽക്കുകയാണ്. നിങ്ങൾ വാട്സാപ്പ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പുറത്തു വരിക, ചോദ്യങ്ങൾ ചോദിക്കുക. ഇത് ഇന്നത്തെ രാഷ്ട്രീയത്തിന് വേണ്ടിയല്ല, നാളെ നമ്മുടെ മക്കൾക്ക് ജീവിക്കാൻ വേണ്ടിയാണ്. ചിന്തിക്കുക, പ്രതിഷേധിക്കുക.